ഞാൻ കുറച്ചുകൂടെ പറഞ്ഞതാണ്, ഇപ്പൊ എന്ത് പറയുന്ന അറ്റൻഷൻ കിട്ടും. ഈ അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്, അതിന്റെ പരിപാടിയാണ് ഇത്. ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും അറ്റൻഷൻ കിട്ടാം, ഒരാളെ സഹായിച്ചു, നമ്മൾ നന്മമരമാണ്, ഈ പരിപാടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ചീപ്പ് പബ്ലിസിറ്റി. ഉണ്ണിമുന്തൻ ഡയറക്ട്ലി ഇതുവരെ എങ്ങും വന്ന് പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞത് ഉണ്ണിമുന്തൻ അദ്ദേഹത്തിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, എന്തിന്റെ സഹായം കൊടുത്തു എന്നുള്ളത്. അപ്പൊ മാസങ്ങൾക്ക് മുന്നേ ഇതേ മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പിന്നെ മാളികപ്പുറം 2 നമുക്ക് ചെയ്താലോ, വേണുചേട്ടനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യുന്നതാണ്. ഞാൻ ചേട്ടൻ ചെയ്യുന്നില്ല, കാരണം അത് സംവിധാനം ചെയ്യാൻ വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഞങ്ങളിത് മിണ്ടായിരുന്നാൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്? ഒരു സിനിമ എഴുതി, ഓക്കെ, ഒരു സിനിമ നഷ്ടം വന്നു, എഴുത്തുകാരനും സംവിധായകനുമാണോ ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾ മാത്രമായ ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗ്യാംബ്ലിംഗ് അല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ചെയ്യട്ടെ, വലിയ സക്സസ് ആയി കാശ് കിട്ടിയ പടമുണ്ട്, കാശ് പോയ പടമുണ്ട്. ഈ കാശ് പോയ പടങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കയറുകയും കാശ് കിട്ടിയ സിനിമകളെല്ലാം അതൊക്കെ പ്രൊഡ്യൂസറിന് സ്വന്തമല്ലേ? അല്ല, ഉണ്ണിമുതലും വിഷ്ണു തമ്മിലുള്ള പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളിപ്പുറം എൻ്റെ തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമുത്തൻ. ഞാൻ അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല, കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ണിമുത്തൻ. പക്ഷെ ഉണ്ണിമുത്തൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും, ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ടുള്ള ചില സീൻസൊക്കെ നമുക്ക് 2 ദിവസം ചാർജ് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് ഒരു പുതിയ അഭിലാഷേട്ടൻ അതിലൊരു വഴിയായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൻ്റെ കുറച്ചുകൂടി എന്നെ, കാരണം അന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരെയുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ കൂടിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ അത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളതിനായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതവന് ഭയങ്കരമായിട്ട് അവനോട്ട് പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ടാൻഡറായിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി, അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ കണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷനും കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം മുണ്ടിയുടെ പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് എന്നും കുറച്ച് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, ഇതെല്ലാം സംസാരിച്ച് തീർന്നല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള ചേട്ടൻ പറയുന്നത് അറിയുമ്പോൾ ഇപ്പോ ഞാനത് എന്താ പറയുക, പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിനോട് പോയി ചോദിച്ചില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ കറങ്ങിയെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് അത് എനിക്ക് ഉറപ്പിച്ചെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളിക്കുന്നമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇട്ടുണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയുന്ന ഉത്തരം. ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളത്, ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, അവിടുത്തെ ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് പേര് വിഷ്ണുവിനോട് പറയുന്നത്
ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ അവിടെ നടന്നത് എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന് മാനേജ് എന്നുള്ള പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഉണ്ണിയെ കാണുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണി ഇവനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെയാണ് ഇത് കളഞ്ഞത്. സീരിയസ് ആയിട്ട് കളഞ്ഞത്. കാരണം അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന് പുറത്താണ് കഴിഞ്ഞ 2 വർഷം അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസ് ആക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന് നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരായാലും പുറത്തു വരും. ഞാൻ ചോദിക്കുന്ന ഉണ്ണിമൂന്ന് എന്നൊരു സ്റ്റാറുള്ള ആളെ വെച്ച് പടം ചെയ്ത ആളല്ലേ ഞാൻ. ഉണ്ണിയുടെ പടം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഉണ്ണിയെ കണ്ടപ്പോൾ ഞങ്ങൾ പടം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ മാറിയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ല് ഉണ്ണിമൂന്നിലാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എക്സ്ക്യൂസ് മീ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.